വാഴയ്ക്കുള്ള വാഴയ്ക്ക് കൃഷി ചെയ്യാൻ വേണ്ടി മണ്ണിര കമ്പോസ്റ്റ്. വാഴ കൃഷി കൂടുതലുള്ളവർക്ക് ഇത് വാഴയുടെ കിഴങ്ങ് മാത്രം എടുത്താൽ മതി. ഏറ്റവും നല്ല കമ്പോസ്റ്റ് കിട്ടുന്നത്. നൂറ് കിലോ ഇട്ടാൽ ഒരു 40 കിലോയെങ്കിലും കമ്പോസ്റ്റ് കിട്ടും. മാക്സിമം മണ്ണ് പെടാതെ നോക്കുക. ചിക്കനോ നല്ലത് പച്ചക്കറി നല്ലത്? പച്ചക്കറി. ചിക്കൻ ആയോനെ ചിക്കൻ കഴിക്കണമെങ്കിൽ നമ്മൾ വളർത്തുന്ന കോഴി കഴിക്കണം. പുറത്തുനിന്ന് വാങ്ങുന്ന ചിക്കൻ എന്ന് പറഞ്ഞാൽ 29-30 ദിവസം പ്രായമുള്ള ചിക്കനാണ്. അത് കഴിക്കാൻ പാടില്ല. പാടാം. അത് ശരി. നമ്മൾ വളർത്തുന്ന കോഴി എന്ന് പറയുമ്പോൾ 2 വർഷത്തെ പ്രായമുണ്ടാവും. വാങ്ങുന്ന കോഴി പറയുമ്പോൾ 20 ദിവസം 20-29 ദിവസം. ഇപ്പോഴത്തെ തലമുറ. എനിക്ക് കേട്ട് മതിയായി. നിങ്ങൾ മിണ്ടാൻ നിന്നോടെ എന്തൊക്കെ കേട്ടിട്ട് മതിയായി. വെട്ടി ഒതുക്കി. ഇത് നമ്മളിപ്പോൾ ഒരു ലെയർ ഇട്ടു. ടാങ്ക് എന്ന് പറയുന്നത് 3 മീറ്റർ നീളം, 1 മീറ്റർ വീതി, 2.5 മീറ്റർ ഹൈറ്റ്. ഇതിൽ നമ്മൾ 2-3 ലെയറായിട്ട് ഇടാം. ഇപ്പോൾ നമ്മളിനി ഇതിൽ ഇനി ചാണകം കൂട്ടണം, പച്ച ചാണകം കൂട്ടണം. അപ്പോൾ ഞാൻ ചാണകം എടുത്തിട്ട് വരാം. ചാണകമാണ് ആവശ്യം. വർമ്മി നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി കമ്പോസ്റ്റാണ് വളർത്താൻ. നമ്മൾ ചാണകക്കുഴിയിൽ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇതാണ് വർമ്മി. ഇത് നമ്മൾ അങ്ങോട്ട് കൊണ്ട് കൊട്ടിയാൽ പ്രത്യേകിച്ച് ഇടേണ്ട കാര്യമില്ല. ചാണകം കൊണ്ട് കൊട്ടിയാൽ കണ്ടോ, അങ്ങനെ വർമ്മി.
നമ്മൾ ഏകദേശം ഒരടിക്ക് മേലെ ഇത് വാഴയുടെ വേസ്റ്റ് ഇട്ടു. നമ്മളിനി ഒരു ലെയർ പച്ച ചാണകം കൊട്ടാൻ പോകണം. ഇതിൽ ഓൾറെഡി വർമ്മി ഉണ്ട്. വർമ്മി നമ്മൾ ലാസ്റ്റ് ഇടുക, മുകളിലിടുക. എന്തായാലും ചാണകത്തിലുള്ള വർമ്മി ഉണ്ട്. ഒരു ലെയർ പറയുമ്പോൾ ഒരു 4-5 കനത്തിൽ പരത്തി കൊട്ടിയാൽ മതി. ഇതിൽ ഒരു ലെയർ വാഴയുടെ വേസ്റ്റ് ഇട്ടു, വാഴക്കിഴങ്ങ് വേസ്റ്റ്. അത് കഴിഞ്ഞ് നമ്മളൊരു ലെയർ ചാണകം കൂട്ടി ഇത് നമുക്ക് നിരത്താം. ഈ ചാണകത്തിൽ നമ്മൾ ചാണകക്കുഴിയിൽ വർമ്മയിട്ടത് കൊണ്ട് ഓൾറെഡി വർമ്മ ഉണ്ട്. ഇപ്പം നമ്മളൊരു 5 ഇഞ്ച് 6 ഇഞ്ച് കനത്തിൽ നമ്മൾ ചാണകം ഇട്ടു. ഇത് നമ്മളിതിൽ വർമി വാഷ് നമ്മൾ വെള്ളവും വേസ്റ്റ് ഡീകമ്പോസ്റ്റ് വർമി വാഷും കൂടെ കലർന്ന് മിക്സ് ചെയ്താണ്. ചാണകം നല്ല തണുപ്പുള്ള കൊണ്ട് തന്നെ ഇത് നമ്മൾ ഇനി ഇപ്പോൾ നമ്മൾ തൽക്കാലം പറമ്പിടാൻ പോവുകയാണ്. ഇപ്പോൾ വേസ്റ്റ് ആയിട്ടില്ല. ഇനി നമ്മൾ പറമ്പിടാൻ പറമ്പൊരു സെൻട്രൽ ഇട്ടാൽ മതി. നിറയുണ്ട്. ശരിക്കും ഈ ഒരു ടാങ്കിന് 3 മീറ്റർ വീതി, 1 മീറ്റർ അകലം, 2 അടി ഹൈറ്റുള്ളതിന് 1 കിലോ വർമ്മ മതി. നമുക്ക് 1 കിലോ നല്ല ചാണകത്തിൽ കൂടെ നിറയെ വർമ്മയുണ്ട്. ഇതുപോലെ ഇനിയിട്ട് 2 ലെയർ കൂടെ ഇട്ട് കൂന പോലെ വയ്ക്കൊണ്ട പോലെ അങ്ങനെ മുകളിൽ കൂട്ടണം. കൂട്ടുമ്പോൾ ഏകദേശം ഇതിനൊരു 1500 കിലോ 2000 കിലോളം കമ്പോസ്റ്റ് വരും. കഷ്ടി ചാണകവും വേസ്റ്റ് എല്ലാം കൂടെ ഏകദേശം 2000 കിലോ വരും. നമുക്കിത് കമ്പോസ്റ്റായി കിട്ടുമ്പോൾ ഒരു 500-600 കിലോ വരെ കിട്ടും. നമ്മൾ കമ്പോസ്റ്റ് നേരത്തെ ആയത് എടുക്കാൻ പോവുകയാണ്. നമ്മളിത് നേരത്തെ ആയ കമ്പോസ്റ്റാണ്. ഇതേപോലെ നേരത്തെ ഇട്ടതാണ്. കമ്പോസ്റ്റ് ആയിട്ടുണ്ട്. ചായപ്പിണ്ടി പോലെ സൂപ്പറായിരിക്കും. നമ്മുടെ ആവശ്യത്തിന് അവർ ചലിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ആകും പാകുമ്പോഴേക്കും മുകളിലത്തേക്ക് മൊത്തം വാരിയിട്ട് നമ്മൾ ഉണക്കാനിട്ടുണ്ട്. നമ്മൾ മുകളിൽ നിന്ന് വാരുമ്പോൾ മണ്ണിരതിൻ്റെ അടിയിൽ പോയി വർമ്മയൊക്കെ അടിയിൽ പോയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ മുകളിൽ നിന്ന് പൊടിച്ചെടുക്കുക. ലാസ്റ്റ് ആകുമ്പോൾ ഇതിനെ അങ്ങനെ എടുത്ത് ഒരു ടാർപ്പായി വിരിച്ച് വെയിലത്ത് കൊട്ടും. കൂന പോലെ കൊട്ടിക്കഴിഞ്ഞാൽ ഇത് വർമ്മ മുഴുവൻ അടിയിൽ പോവും. കമ്പോസ്റ്റ് മാത്രം വേണ്ടത്. ഇതിൻ്റെ മുകളിൽ ശരിക്കും ഇറങ്ങിയിട്ടില്ല. ഇതിൽ കിടക്കുകയാണ് ഇങ്ങനെ. ഇതുണ്ട്. അപ്പോൾ നമ്മൾ സൂക്ഷിക്കണം. മുകളിൽ നിന്ന് ഇങ്ങനെ എടുക്കുമ്പോൾ ലാസ്റ്റ് നമ്മളിങ്ങനെ മുകളിൽ നിന്ന് എടുത്ത് വെച്ചാൽ മതി. അപ്പോൾ നമ്മുടെ ആവശ്യത്തിന് പച്ചക്കറിക്ക് ഇടുകയും ചെയ്യാം.
ഇതൊക്കെ കമ്പോസ്റ്റ് ഇതുപോലെ ഫുള്ളായിട്ട് എല്ലാം ഇട്ട് ലാസ്റ്റ് മുകളിൽ ചാണകം വിരിച്ച് നമ്മൾ അതിലാണ് വർമ്മിടുക. അതിട്ട് ഏകദേശം ഒരു 3 മാസം ആകുമ്പോഴേക്കും കമ്പോസ്റ്റ് ആവും. നമ്മൾ ഇളക്കി കൊടുക്കണമെങ്കിൽ 10-60 ദിവസം കൊണ്ടൊക്കെ ആവും. നമുക്ക് ഇളക്കുന്നത് നല്ലതാണ്. നമ്മൾക്കിവിടെ 3 ടാങ്ക് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഒരു വർഷത്തിൽ ഒരു 3 പ്രാവശ്യം കിട്ടിയാൽ മതി. ഇളക്കാനൊക്കെ അടിയോടുകൂടെ ഇളക്കണമെങ്കിൽ പണിയുണ്ട്. അതുകൊണ്ട് അതിപ്പോൾ ഞാനതൊന്നും ചെയ്യുന്നില്ല. ഞാനിത് ഇതേപോലെ ആയിക്കഴിഞ്ഞാൽ മുകളിൽ നിന്ന് ഒരു ടാങ്കിൽ നമുക്ക് 10-600 കിലോ കമ്പോസ്റ്റ് എടുക്കാം. ഇത് ഇട്ട് പൂന പോലെ എത്ര കൂട്ടിയാലും 10 ദിവസം കൊണ്ട് അങ്ങനെ താമരും. വീണ്ടും നമുക്ക് മുകളിൽ ഇട്ട് കൊടുക്കാം ഇതുപോലെ കമ്പോസ്റ്റ്. കാരണം അർജൻറ്റില്ല പറഞ്ഞ് മുകളിലിട്ട് കൊടുത്തത് വേഗം തിന്ന് തീർക്കും. അതേമാതിരി ഇപ്പോൾ വർമ്മി വേണമെങ്കിൽ മുകളിലിടാം. വർമ്മി ധാരാളം സ്റ്റോക്ക് ഉണ്ടെങ്കിൽ. അപ്പോൾ ആ ഒരു ടാങ്കിൽ നിന്നൊക്കെ ഏകദേശം 10 കിലോ വർമ്മി കിട്ടും നമുക്ക്. അത് വിൽക്കണമെങ്കിൽ ഇപ്പോൾ അവിടെ പഴയ വില തന്നെയാണ്. ഒരു 10 വർഷം മുമ്പ് ഞാൻ വാങ്ങിക്കുമ്പോഴും കിലോയ്ക്ക് 1000 രൂപയാണ്. ഇപ്പോഴും ഞാൻ കൊടുക്കുന്ന 1000 രൂപ കിട്ടും. ഇതുപോലെ ടാങ്കിനൊക്കെ 1 കിലോ ധാരാളമാണ്. ഇപ്പോൾ 1/2 കിലോ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. ഇത് പാകത്തിന് നനച്ചു കൊടുക്കണം ഇടയ്ക്കിടയ്ക്ക്. ഇതിന് എടുക്കുന്നതിൻ്റെ എപ്പോഴും എടുക്കാൻ പോകുന്നത് നനയ്ക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു ഈർപ്പം വേണം. നമ്മുടെ ഞാനുണ്ടാക്കുന്ന മണ്ണിര കമ്പോസ്റ്റിൻ്റെ രീതി എന്തുകൊണ്ടാണ് മണ്ണിര കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നതൊക്കെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ ഉണ്ടാക്കുന്നൊരു രീതിയാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. നമുക്കിത് ഏത് കൃഷിക്കും ഉപയോഗിക്കാം. ഇതിൽ കുടഞ്ഞ് വേപ്പ് മണ്ണാക്കി തരാം, ചാണകപ്പൊടി കലരാം, ജൈവവളങ്ങൾ കലരാം, അതുപോലെ മൈക്രോ ന്യൂട്രിയൻസുകൾ കലരാം. നമ്മളിതെല്ലാം എടുത്തു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൃഷി ഇറക്കാൻ പോകുമ്പോൾ ഓടിപ്പിടിച്ച് തപ്പേണ്ട കാര്യമില്ല. എടുത്തിടുക. ഞാൻ നേരത്തെ അത് കാണിച്ചിട്ടുണ്ടായിരുന്നു ജൈവവളക്കൂട്ട്. അതുപോലെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യത്തിന് നമ്മൾ കൃഷി ഇറക്കുമ്പോൾ നമ്മൾ ഇതുപയോഗിച്ച് കൃഷി ഇറക്കാം. അപ്പോൾ ഇതാണ് എൻ്റെ മണ്ണിര കമ്പോസ്റ്റിൻ്റെ രീതി. എല്ലാവരും കാണുക, ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് എത്തുന്നതായിരിക്കും. നമസ്കാരം. നന്ദി. MNR കോട്ടായി.